അതിനുമുമ്പ് ശ്രീജിത്ത് പണിക്കർ ഒരു സെന്റർ നിലപാടാണ് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഡോക്ടർ നിഷ. അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ തെറ്റുണ്ട്, പക്ഷെ അതേ സമയത്ത് തന്നെ ഹണി റോസും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ശ്രീജിത്ത് മറുപടി. അല്ല, എന്റെ നിലപാട് അതല്ല. നിഷയുടെ സുഹൃത്താണ്, നിഷയുടെ ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഭരണഘടന നമുക്ക് നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സബ്ജക്ട് ടു ഡീസൻസി, മൊറാലിറ്റി, പബ്ലിക് ഓർഡർ, അങ്ങനെ കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണുള്ളത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് നിഷ്കർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ഡ്രസ് കോഡ് നമ്മൾ പാലിക്കണം, ഇന്ന ഡ്രസ് കോഡാണ് ഇന്ന സ്ഥലങ്ങളിൽ വേണ്ടത് എന്ന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കീഴ്വഴക്കം അനുസരിച്ചിട്ടാണെങ്കിലും നിയമം അനുസരിച്ചിട്ടാണെങ്കിലും യൂണിഫോമോ മറ്റ് വസ്ത്രങ്ങളോ നമ്മൾ ആ രീതിയിൽ തന്നെ ധരിക്കണം. പക്ഷെ അതല്ലാതെ ഒരു ഉദ്ഘാടനത്തിന് അവർ പോകുന്ന സമയത്ത് അത് പൊതുരംഗത്തുള്ളവരുടെ ഒരു ഇടപെടലാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് നിഷ്കർഷിക്കപ്പെടുന്നില്ല. അവിടെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ രാജ്യത്തുള്ള 140 കോടി ജനങ്ങളും ഹണിറോസ് ഒഴികെ ബാക്കി എല്ലാവരും അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യുകയും അവർ ഇന്ന വസ്ത്രം അവിടെ ധരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയും അവർ കുറച്ചുകൂടി മിതത്വം അവരുടെ വസ്ത്രധാരണ രീതികൾ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പോലും എല്ലാ ആൾക്കാരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹണിറോസ് ഒഴികെ 140 കോടി ആൾക്കാർ അത് പറഞ്ഞാലും ആ 140 കോടി ആൾക്കാരുടെ അഭിപ്രായവും ഹണിറോസിന്റെ വ്യക്തിപരമായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തിന് മുകളിലല്ല. അതുകൊണ്ട് തന്നെ ഹണിറോസ് എന്ത് ധരിക്കണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത് നമ്മളല്ല. അവരുടെ വസ്ത്രധാരണം അവര് സ്വയം പരിഗണിക്കണമെന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരത് ചെയ്യാത്തത് പ്രശ്നമാണ് എന്നോ മോശമായ ആംഗിളുകളിൽ അവരെ ചിത്രീകരിക്കാൻ മാർഗമുണ്ടാക്കി കൊടുക്കുന്നത് അവരാണെന്നോ വിവാദം കൊണ്ട് അവരുടെ കരിയറിൽ അവരെന്തെങ്കിലും ഒരു രീതിയിലത്തേക്കുള്ള മാറ്റം ഉണ്ടാക്കിയെന്നോ പറയുന്ന വാദത്തിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഇവിടെ അവരല്ല വിവാദമുണ്ടാക്കിയിരിക്കുന്നത് ബിസിനസ്സുകാരനായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരാണ്. അതിൽ നിഷ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞത് തന്നെയാണ്, പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന കാര്യമാണ് നിഷ പറയുന്നത്. അല്ല, ഇവിടെ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നത് ആരാണ് ശ്രീ മഞ്ജുഷ്? പബ്ലിസിറ്റി സ്റ്റണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ബോധ്യമുണ്ട് ബോബി ചെമ്മണ്ണൂരാണ് പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും പബ്ലിസിറ്റി ആവശ്യമാണ്. ഇപ്പോൾ ജയിലിൽ കാട്ടിക്കൂട്ടുന്ന നാടകം തന്നെ അറിയാമല്ലോ. ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മൾ ഹണിറോസ് ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ കട ബോബി ചെമ്മണ്ണൂരിൻ്റെതല്ല, അവസാനത്തേതും അതല്ല. നിരവധി കടകളുടെ ഉദ്ഘാടനത്തിനായിട്ട് അവർ പോയിട്ടുണ്ട്. ആ സമയത്തൊന്നും തന്നെ അവിടെ അവരെ ക്ഷണിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള കമന്റുകൾ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ ഏതാണ്ട് എല്ലാ വീഡിയോകളിലും അദ്ദേഹം സ്ത്രീകൾ അവരുടെ പ്രായത്തിനോ അവരുടെ വസ്ത്രധാരണ രീതിക്കോ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിൽ പ്രായം പ്രശ്നമല്ല. ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ മുതൽ വയസ്സായ വൃദ്ധരായിട്ടുള്ള ആൾക്കാരോട് പോലും അദ്ദേഹം ഇതേപോലെ പെരുമാറാറുണ്ട്. അവരുടെ ആരുടെയും ിരിക്കുന്നത് ഇപ്പോ ഹണിറോസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രധാരണ രീതി കൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ ഉണ്ടാകുന്നു. അതിനോട് അവർക്ക് ടോളറൻസ് വേണം. അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതിനെ ഒരു പോസിറ്റീവ് ക്രിറ്റിസിസമായിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറാകണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹണിറോസിനേക്കാണ് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇവിടെ ഹണിറോസ് അല്ല പ്രശ്നമുണ്ടാക്കിയത് ബോബി ചെമ്മണ്ണൂരാണ്. ബോബി ചെമ്മണ്ണൂർ അനാവശ്യമായിട്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു. അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് മാനേജർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും തനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ ഒരു മാധ്യമത്തിന് മുന്നിൽ പറയുകയും ചെയ്തതിന് ശേഷവും അദ്ദേഹം ഇതേ രീതി തുടരുകയാണ്. അതായത് ഹണിറോസിന്റെ അസാന്നിധ്യത്തിലും അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ, അവരോട് വീണ്ടും കൂടുതൽ കടുത്ത ഭാഷയിലുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന രീതിയിൽ, അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ തന്റെ മുന്നിലിരിക്കുന്ന ചെറിയ പെൺകുട്ടിയോട് ഉൾപ്പെടെ വീണ്ടും അദ്ദേഹം മോശമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന രണ്ടാൾക്കാരെയാണ്. ഈ രണ്ടാൾക്കാരിൽ ഒരാൾ എല്ലായ്പ്പോഴും അറ്റൻഷൻ തന്നിലേക്ക് കിട്ടാൻ ശ്രമിക്കുന്ന, എല്ലാവിധ മാർക്കറ്റിംഗ് ഗിമ്മിക്കുകളും കാണിക്കുന്ന, ഏതാണ്ട് എല്ലാ വീഡിയോകളിലും ദ്വയാർത്ഥ പ്രയോഗം കാട്ടുന്ന, വസ്ത്രധാരണമോ പ്രായമോ പ്രശ്നമല്ലാത്ത രീതിയിലത്തേക്ക് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ഒരു വ്യക്തി ഒരു ഭാഗത്ത് നിൽക്കുകയും മറ്റൊരു ഭാഗത്ത് സാധാരണ പോലെ മാന്യമായി വെസ്റ്റേൺ വെയറോ ട്രഡീഷണൽ വെയറോ ധരിച്ചുകൊണ്ട് എല്ലാ കടകളുടെയും ഉദ്ഘാടനത്തിന് പോയതിനു ശേഷം തിരിച്ചു വരികയും വിവാദം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് മറ്റൊരു വശത്ത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഏകപക്ഷീയമായിട്ട് ഇവരെ ആക്രമിക്കുന്നത്? ഇനി ബോബി ചെമ്മണ്ണൂരിനെ മാത്രമാണോ ഇവരെ പ്രശ്നമാക്കിയത്? അല്ല, അവർക്കെതിരെ മോശമായിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്ന മറ്റാൾക്കാർക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങൾ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ അവർ നീങ്ങുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ. അല്ലാതെ ബോബി ചെമ്മണ്ണൂരിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. അത് തന്നെ അവർ ആദ്യ സമയത്ത് പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് സ്റ്റോക്കിങ്ങിന്റെ സ്വഭാവത്തോടു കൂടി അവരുടെ അസാന്നിധ്യത്തിൽ പോലും അവരുടെ പറ്റി മോശമായ രീതിയിലത്തേക്കുള്ള കമന്റുകൾ പറയുകയും നടി എന്നതിന് പ്രാസമൊപ്പിച്ച് മറ്റൊരു വാക്ക് അശ്ലീല ചുവയോടുകൂടി പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്ന
ആരാണ്? ഒരേ സ്ഥലത്ത് തന്നെ താമസവുമായി ബന്ധപ്പെട്ട് ഹണി റോസിന്റെ താമസ സ്ഥലത്ത് തന്നെയാണോ ബോച്ചെ താമസിച്ചത് എന്ന് ആൾക്കാർ ചോദിക്കുകയും പിന്നീട് അശ്ലീലം കലർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ആരാണ് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്? ശരി, അതിനുള്ള മറുപടി ഡോക്ടർ നിഷ പെട്ടെന്നതിനുള്ള മറുപടി. 3 കാര്യങ്ങളുണ്ട്. 1 ദ്വയാർത്ഥ പ്രയോഗം, 2 അശ്ലീലം നേരിട്ട് പറയുന്നു, അതുപോലെ തന്നെയാണ് ബോഡി ഷെയ്മിംഗ് എന്ന കാര്യവും. താങ്കൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അത്? അപ്പോൾ ശ്രീധരൊരു മറുപടി.